ശ്യാമ, ഈ മാസം 4ാമത്തെ കുട്ടിയാണ് അമ്മ തൊട്ടിൽ ലഭിക്കുന്നത്. അതായത് 600ാമത്തെ കുട്ടിയാണ് ഇത്തവണ ഈ കുട്ടിയോടുകൂടി. അതായത് ഋതു എന്ന് പറയുന്ന ഒരു കുട്ടിയെ ശനിയാഴ്ച രാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയ്ക്കിടയിൽ 11:45 അമ്മ തൊട്ടിൽ ലഭിച്ചു. ഈ 4ാമത്തെ കുട്ടിയാണ് ഈ മാസം ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശ്യാമിന് എന്താ തോന്നുന്നത്? അതായത് അമ്മ തൊട്ടിൽ ഇപ്പോൾ വ്യാപകമായിട്ട് കുട്ടികളെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് അമ്മ തൊട്ടിൽ അമ്മമാർക്ക്, അതായത് പ്രസവിക്കുന്ന അമ്മമാർക്ക് നോക്കാൻ വയ്യാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഇല്ലേ, അതിൻ്റെ പിന്നിൽ പല സാഹചര്യം, മാനുഷികപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലാത്ത സാഹചര്യങ്ങളുണ്ട്, ചതിയുടെ കഥകൾ ഉണ്ടായിരിക്കാം, ചതിക്കപ്പെട്ട സ്ത്രീകളുടെ കഥകൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിറകെയുള്ള കാര്യം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. പക്ഷേ ഈ 600ാമത്തെ ഈ കുട്ടിക്ക് ഋതു എന്ന് പേരിട്ട് അവരവിടെ അമ്മ തൊട്ടിൽ ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം, അതായത് അമ്മ തൊട്ടിൽ വരുന്ന കുട്ടികളുടെ അവസ്ഥ, അതിനുശേഷം അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ദത്ത് പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ്, ഇവരിൽ കൊണ്ടുവന്ന് ഈ കുട്ടിയെ ഇടുമ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല? തീർച്ചയായും ചർച്ച ചെയ്യണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചകഞ്ഞു പോകണ്ട, പക്ഷേ ആ അമ്മയുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അമ്മമാർക്ക് പലതരത്തിലുള്ള മാനസിക, ഈ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അവിടെ കൊണ്ടിടുമ്പോൾ അമ്മയ്ക്ക് ഒരു മാനസിക. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു സംഭവം, നമ്മുടെ അനുപമയുടെ അജിത്തിന്റെ വിഷയം ഉണ്ടല്ലോ, അത് അമ്മ തൊട്ടിൽ വന്ന വിഷയമല്ല, ഡിവൈഎഫ്ഐയുടെ അമ്മ തൊട്ടിൽ വന്ന വിഷയമല്ല. അത് അനുപമ ആ സമയത്ത്, അനുപമയ്ക്കെതിരെ നാട്ടുകാർ മൊത്തം അനുപമയ്ക്കെതിരായിരുന്നു, മാധ്യമങ്ങളെതിരായിരുന്നു, പലരും എതിരായിരുന്നു. പാർട്ടി ഇടപെട്ടിട്ടാണ് ഈ കുട്ടിയെ എടുത്ത് ദത്ത് കൊടുക്കാൻ പോയതെന്നാണ് അനുപമ പറയുന്നത്. ആനാവൂർ നാഗപ്പന് വരെ പരാതി കൊടുത്തു. പക്ഷെ ആനാവൂർ അവസാനം വഴക്ക് പറഞ്ഞു, കൈമലർത്തി കാണിച്ചു, ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു. എങ്കിലും അനുപമ പോരാടി ആ കുട്ടിയെ അനുപമയുടെ പക്ഷത്ത്. നിന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം അല്ല പാർട്ടിക്ക് എന്ന് പറഞ്ഞു. അല്ല, പോരാത്തത് ഈ CPM അനുപമയുടെ അച്ഛൻ ഒരു വലിയ CPM പ്രവർത്തകനും നേതാവും ഒക്കെയാണ്. അപ്പൊ പുള്ളിക്കാരൻ ഒരു നാണക്കേട് ഭയന്നാണ് അനുപമയുടെ ഈ കുട്ടിയെ ദത്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. കാരണം അനുപമയുടെ ഇപ്പോഴുള്ള ഭർത്താവായിട്ടുള്ള അജിത്തിന് എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു തോന്നുന്നു. പുള്ളി ഡൈവോഴ്സ് ആയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഡിവോഴ്സ് ആയില്ല. അങ്ങനെയാണ് അനുപമയുമായിട്ട് പുള്ളി അടുക്കുന്നത്. ഈ കുഞ്ഞുണ്ടാകുന്നത് ഭാര്യ ആരോപണവും വലിയ പ്രകമ്പനമായിരുന്നു ഒരു സമയത്ത് ഇതിനെ കുറിച്ച്. ഭർത്താവിന്റെ തട്ടിയെടുത്താണെന്ന്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഉള്ള ഒരു കഥ, ഈ ദത്ത് കൊടുത്ത കാര്യമാണ് ഇതിന്റെ പിന്നിൽ ഇതുപോലെ. അപ്പൊ അതുപോലെ ഈ അമ്മമാര്, ഈ അമ്മ തൊട്ടിൽ ഈ കുട്ടികളെ കൊണ്ടിടുന്ന അമ്മമാരുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും? ശിശുക്ഷേമ സമിതിയിൽ ഈ കുഞ്ഞുങ്ങളെ, ഈ അമ്മത്തൊട്ടിൽ വിട്ട് കിട്ടുന്ന കുഞ്ഞുങ്ങളെ പൊന്നുപോലെ അവർ നോക്കുന്നത്. അവിടുത്തെ അമ്മമാരൊക്കെ ഭയങ്കര രസമാണ്. അവിടുത്തെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അവർ സ്വന്തം മക്കളെ പോലെയാണ് ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. മാത്രമല്ല അവരുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ ഇതിങ്ങനെ കൊണ്ടു നടന്ന് വളർത്തുവാന്നല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ആൾക്കാർ വരും, എന്നിട്ട് അവർ ഇതുങ്ങളെ ദത്തെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടുത്തെ ഈ അമ്മമാർക്ക് എപ്പോഴും മാനസിക വേദനയാണ്. ഈ അമ്മത്തൊട്ടിലെ ഈ ശിശുക്ഷേമ സമിതിയിലെ അമ്മമാർക്ക് പിന്നെ എപ്പോഴും മാനസികമായിട്ട് അവർക്ക് ഈ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാര്യം ഒരു കുഞ്ഞിനെ അവർ സ്നേഹിക്കുന്നു, എടുത്തുകൊണ്ട് നടക്കുന്നു, പെട്ടെന്ന് വേറെ ആൾ വരുന്നു, കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ദത്തെടുത്ത് കൊടുത്തെല്ലാം പറ്റും. ഇതിൻ്റെ ഒരു അവിടെ ബിന്ദു എന്നൊക്കെ പറയുന്ന അമ്മയുണ്ട്. നല്ല രസമാണ് അവരൊക്കെ നല്ല വളരെ സ്നേഹമുള്ള മനുഷ്യരാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ വലിയൊരു സംഭവം ഉണ്ടാകുന്നത് വിവാഹിതരല്ലാത്ത അമ്മമാരുണ്ടാകും. വിവാഹിതരല്ലാത്ത അമ്മമാരുണ്ടാകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഒരു കുഞ്ഞിനെ കിട്ടി. കഴിഞ്ഞ ആഴ്ച നല്ല മഴയത്ത് രാത്രി ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അലാറം ബെല്ലമർത്തിയിട്ട് പൊക്കളാണ്. അത് അതിന് പേരിട്ടൊരു മഴയെന്നാണ് പേര്. ആദ്യം കിട്ടിയ കുട്ടിക്കുള്ള പ്രഥമ. അങ്ങനെ ഇത് സംഭവിക്കുന്ന ഒരു കാര്യം, ഇവിടെ വിവാഹിതരല്ലാത്ത അമ്മമാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതിപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പോൾ തമിഴ്നാട്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വളരെ വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. വിവാഹിതരല്ലാത്ത അമ്മമാരുണ്ടാകുന്നുണ്ട്. പ്രായപൂർത്തി അകല്ലാത്ത കുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് അതിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസം 4 കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. 4 അമ്മമാർ. ഇത് ഞാൻ ഈ വിവാഹിതരല്ലാത്ത അമ്മമാർ ഉണ്ടാകുന്നു എന്ന് പറയാനുള്ള കാരണം, കുറച്ചു കാലം മുമ്പ് ഒരു പെൺകുട്ടി തൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ കയറി ചെന്നു. സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിനെ അതറിയാതെ അതിൻ്റെ അച്ഛനും എടുത്ത് ഈ നാണക്കേട് ഓർത്ത് കൊണ്ടുവന്ന് ഈ അമ്മത്തൊട്ടിൽ വെച്ചിട്ട് പോകണം. അങ്ങനെ ഇത് തേടി കണ്ടുപിടിച്ച് ആ കുട്ടി വന്നു. കുറെ കാലം മുമ്പുണ്ടായിരുന്നു. അത് പിന്നീട് ഒരു സിനിമയിലൊക്കെ കഥയാക്കിയിട്ട്, പിന്നീട് ഏതോ ഒരു സിനിമയിൽ, ആ പേര് ഞാൻ ഓർക്കുന്നില്ല, സിനിമയിലൊക്കെ ഇതെടുത്ത് ഈ സംഭവമൊക്കെ എടുത്ത് കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറെയും ഈ സംഭവിക്കുന്നതിൽ ഏറെയും ഈ വിദ്യാർത്ഥിനികളായിട്ടുള്ള പെൺകുട്ടികൾക്കാണ്. വിദ്യാർത്ഥിനികളായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കുകയും
ഇത് കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ധനുഷ് പറഞ്ഞത് ഇതിൽ വലിയൊരു മാനസിക സാഹചര്യമുണ്ട്. മാനസികമായി ഈ പെൺകുട്ടികൾ പിന്നീട് തകർന്നു പോകും. അവർ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും. കാര്യം ജനിച്ച കുഞ്ഞ് അതിനെ കാണാൻ പറ്റുന്നില്ല, അതിനെ കൊണ്ടുവന്ന് ഇതുപോലെ ഇതെല്ലാ കാലത്തും ഈ അമ്മയെ ഓർത്തിരിക്കില്ലേ? മഹാഭാരത കാലം തൊട്ടുള്ളതാണ്. കർണന്റെ കഥ അറിയില്ല? അതെ അതെ അതെ. കുന്തി കർണനെ ഒഴുക്കി വിടും, ഭയം. പിന്നെ കഥ അവസാനിക്കുന്നത് വരെയും അവർ ആ മാനസിക വേദന, മാനസികമായിട്ടുള്ള വേദന. അത് കഴിഞ്ഞ് നമ്മുടെ അതേ ഒരു കോണ്ടെക്സ്റ്റിൽ ദളപതി സിനിമ ഇറങ്ങിയല്ലോ, അതിനകത്ത് ശ്രീവിദ്യയുടെ ആ അവസ്ഥ കാണിക്കുന്നു. ശ്രീവിദ്യ ആ കുട്ടിയെ ആണെങ്കിൽ ട്രെയിനിൽ കയറ്റി വിടുമ്പോൾ എവിടെ ചൂളോടി ശബ്ദം കേട്ടാലും ശ്രീവിദ്യ ഓടിച്ചു നോക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. അതേ ഒരു വിഷമം ആ കുട്ടിയും അനുഭവിക്കുന്നുണ്ട്. ആ കുട്ടിയും അനുഭവിക്കും. കുട്ടിയും ഇതെന്നാണെങ്കിലും അത് തിരിച്ചറിയുമല്ലോ. അതെ, എന്നാണെങ്കിലും ഇത് തിരിച്ചറിയും. എൻ്റെ അമ്മയും അച്ഛനും അല്ല ഇവർ, ഇപ്പോൾ എന്നെ വളർത്തുന്നത് എൻ്റെ അമ്മയും അച്ഛനും. അവർ സ്നേഹിക്കും, എങ്കിലും ഇതിൻ്റെ മനസ്സിൽ ഇതുണ്ടാകും, എൻ്റെ അമ്മയും അച്ഛനും ആരാണ്? ആ ഒരു ചോദ്യചിഹ്നമായിട്ട് ആ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞിന് ഉണ്ടായിരിക്കും. വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതിലും വലിയൊരു അവസ്ഥ അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആരാന്നറിയൂ? ഈ അനുപമയിൽ നിന്ന് കുഞ്ഞിനെ ദത്തു കൊടുത്ത് കൊണ്ടുപോയവര്. അത് അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്താന്നല്ലോ തിരിച്ചു കൊടുത്തത്. അവർ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന കാഴ്ച അത് വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ആ അമ്മ കരഞ്ഞുകൊണ്ടാണ് പിന്നെ മടങ്ങിയത്. ഒരുപാട് പ്രതീക്ഷകളൊക്കെ നെയ്ത് ആ കുഞ്ഞിനെ സ്വന്തം ജീവിതത്തിലോട്ട് വരുത്തുമ്പോൾ അത് അവരുടെ കുഞ്ഞാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ഒരു ദമ്പതികളാണ് അവർ. അനുപമയുടെ കുഞ്ഞിനെ കൊണ്ടുപോയത്. അവര് ആവശ്യപ്പെട്ടത് മാസത്തിലൊരിക്കലൊന്ന് കാണിക്കുമെന്ന്, ഒരു ദിവസം നിങ്ങളെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. പക്ഷെ അതിനുള്ള അനുമതി അവർക്ക് കൊടുത്തില്ല. വർഷത്തിലൊരിക്കൽ കാണിക്കുമെന്ന് ചോദിച്ചു, എന്നിട്ട് കൊടുത്തില്ല. വർഷത്തിലൊരിക്കലെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? ആ ഒരു രംഗമൊക്കെ വളരെ വേദനാജനകമായി. വീട്ടുകാരുടെ ഒരു കൈകടത്തൽ ഇതിൽ അതിഭീകരമാണല്ലേ. അവരെന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിൽ അവർ ശ്രദ്ധയില്ലാതെ നടക്കും. വീട്ടുകാരെന്ത് ചെയ്യും? അവരവരുടെ ജോലി തിരക്ക്, അമ്മയും അച്ഛനും അവരുടെ ജോലി തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കും. ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും ഇവരിത്. ഈ അബദ്ധങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഷാമേ, അത് ചതിക്കുഴികളിൽ പെടുത്തുന്നതായിരിക്കുമോ, അതേ സ്വാഭാവികമായിട്ട് പ്രണയക്കെണികളിൽ പെടുന്നതായിരിക്കുമോ? എന്തായിരിക്കും? അതിനിപ്പോൾ അവരോട് ചോദിക്കേണ്ടി വരും. ഞാനിത് പറഞ്ഞത് ശിശുക്ഷേമ സമിതിയുടെ മുന്നിൽ ഒരു പെൺകുട്ടി ഓടി വന്നു. ഓടി വന്നു. അതിപ്പോ ഒരു സിനിമയിൽ കഥയായിട്ടുണ്ട്. ഒരു സിനിമയിൽ ഇതെടുത്ത് കഥയാക്കിയിട്ടുണ്ട്. പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അത് പറയുന്നതുമില്ല, പോട്ടെ. അപ്പോൾ അതിന്റെ ആവശ്യം എൻ്റെ കുഞ്ഞിനെ വേണമെന്നായിരുന്നു. അത് വിദ്യാർത്ഥിനിയാണ്, ചെറിയ പെൺകുട്ടിയാണ്, 10-20-19 വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് ഈ സംഭവത്തിൽ ഇങ്ങനെ വന്ന് ചോദിച്ചത്. അത് പിന്നീട് അതിൻ്റെ കുഞ്ഞിനെ കൊടുത്തു എന്നാണ് എൻ്റെ അറിവിലുള്ളത്. ഈ അനുപമയുടെ കേസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥയാണ്. അല്ല, 2024 ഇതുവരെ 25 കുട്ടികളാണ് അമ്മ തൊട്ടിൽ ലഭിച്ചത്. ഇപ്പൊ ഏതാണ്ട് കുറച്ച് മാസം കൊണ്ട് 15 ആയി. ഇപ്പൊ 15 വന്നതിൽ എനിക്ക് തോന്നുന്നു 5 പെൺകുട്ടികളും 10 ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നു എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ വളർത്താനുള്ള ബുദ്ധിമുട്ടോ അല്ലെ സാമൂഹിക സാഹചര്യമോ സാമ്പത്തിക സാഹചര്യമോ ഒന്നും ഇല്ലാത്ത അങ്ങനെയൊക്കെ കരുതുണ്ടായിരിക്കും. ഈ 10 ആൺകുട്ടികളൊക്കെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 10 ആൺകുട്ടികളെയും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ കുറച്ച് ദിവസമായി തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, കാറിലാണ് കൊണ്ടുവന്നത്. ഒരു നല്ല വില കൂടിയ ഒരു കാറിനകത്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് ബെല്ലമർത്തി പോവായിരുന്നു. വില കൂടിയ കാറിൽ കൊണ്ടുവച്ച് അവിടെ അതിന്റെ അർത്ഥം എന്താ? സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെന്നല്ലേ അതിന്റെ അർത്ഥം? അതെ, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. സമൂഹം നൽകുന്ന ഒരു പ്രഷർ സഹിക്കാൻ വയ്യാതെ, സമൂഹം നൽകുന്ന പ്രഷർ, അത് ഇവർ ഈ കുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ പിന്നീട് ഇത് ദീർഘകാലം ഇതിൻ്റെ ബുദ്ധിമുട്ട് നാണക്കേട് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം. പക്ഷെ അത് ആ പെൺകുട്ടിക്ക് ഇവിടെ ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ആ പെൺകുട്ടിയോട് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇതിൽ നാണക്കേടും മാനക്കേടും ഒക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇത് മാനുഷികപരമായിട്ടുള്ള കാര്യമാണ്. മാനുഷികപരമായി
പരിഗണിക്കേണ്ട വിഷയമാണ്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിഞ്ഞ ആ ഒരു 10 മാസം ആ ഫാമിലി അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്. അത് ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും. ഇത് പേടിച്ചിട്ട് വീട്ടുകാരോട് പറയില്ല. പേടിച്ചിട്ട് ദീർഘകാലം ഇത് കുട്ടി വീട്ടുകാരോട് പറയാതിരിക്കും. കുട്ടി അനുഭവിക്കുന്നത് അതിഭീകരമായിട്ട്. ഈ മാസങ്ങളിലെല്ലാം ഈ കുട്ടി വളരെ പ്രഷറിലായിരിക്കും, വലിയ മാനസിക സമ്മർദ്ദവും അനുഭവിച്ചായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അമ്മ തൊട്ടിലെത്തിയ ഏതെങ്കിലും ഒരു കുട്ടിയുടെ അമ്മയും അച്ഛനും ആരാണെന്ന് റിവീലായി ഏത് സാഹചര്യത്തിലാണ് അവരങ്ങനെ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നതിനെ കുറിച്ച് വല്ല അറിവും പുറത്തു വന്നിട്ടുണ്ട്? ഇല്ല, ശിശുക്ഷേമ സമിതി പുറത്തുവിടില്ല. അവർ കണ്ടിട്ടുണ്ട്. ആ കൊണ്ടുവന്ന് ഈ അമ്മത്തൊട്ടിൽ കൊണ്ടിട്ട് ബെല്ലമർത്തി പോകുന്നവരെയൊക്കെ അവരവിടുന്ന് കാണുന്നുണ്ട്, കൃത്യമായിട്ട് കാണുന്നു. അവര് കാണുന്നുണ്ട് ഇതൊക്കെ. ഇവര് വിചാരിക്കും അവരെ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അവിടെ കൊണ്ട് വെച്ചിട്ട് പോകുന്നത്. അവര് കൃത്യമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. കൃത്യമായി അവർക്ക് ഇത് ആരാണ് എന്താണ് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇവര് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ്, അവർ വളരെ ശ്രദ്ധയുണ്ട്. മാത്രമല്ല എപ്പോഴും ആ അമ്മത്തൊട്ടിൽ ശ്രദ്ധ വേണം. ബെല്ലമർത്തിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവര് ശ്രദ്ധയില്ലെങ്കിൽ കുഞ്ഞവിടെ കിടക്കില്ലേ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയുണ്ട്, എപ്പോഴും ശ്രദ്ധിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് മറുവശവും കൂടിയുണ്ട്. ഫ്ലാറ്റിൽ നിന്ന് എടുത്ത് എറിഞ്ഞ് കൊല്ലുന്നില്ലല്ലോ. അത് ശരിയാണ്. ഇപ്പം കുറച്ച് നാളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് വീണ ജോർജ് കഴിഞ്ഞ ദിവസം വന്ന് അഭ്യർത്ഥിച്ചത്, നിങ്ങൾക്ക് വളർത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ അമ്മത്തൊട്ടിലേക്ക് തന്നേക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, എടുത്ത് എന്തിനാണ്? എത്ര കേസുകളുണ്ട് കുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ തന്നെ കുഴിച്ചു മൂടുന്നത്, കൊന്നുകളയുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കാര്യം നല്ലൊരു കാര്യമാണ്. ഈ അമ്മത്തൊട്ടിൽ കൊണ്ടുവന്ന് അവർ വളർത്തിക്കൊള്ളുമല്ലോ. പക്ഷെ ഞാൻ ഇതിന്റെ മറുവശമാണ് പറഞ്ഞത്. വിവാഹിതരല്ലാത്ത അമ്മമാര് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. അതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥിനികളാണ്. വിദ്യാർത്ഥിനികളായിട്ടുള്ള കുട്ടികൾക്കാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി. കൊച്ചിയിൽ ഹോസ്റ്റൽ മുറിയിൽ, ശുചിമുറിയിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചു. ശുചിമുറിയിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചു. എന്നിട്ട് അത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ ബാത്റൂമിൽ തന്നെ ഇരുന്ന് കരഞ്ഞു. ഒരുപാട് നേരമായിട്ട് ഈ ബാത്റൂം തുറക്കാതായപ്പോഴത്തേക്ക് ബാക്കിയുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കതക് ചവിട്ടിപ്പൊളിച്ചപ്പോൾ ഈ പെൺകുട്ടി കുഞ്ഞുമായിട്ട് നിൽക്കുക. പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലായി. അമ്മയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് സ്റ്റേഷനിലായപ്പോൾ എനിക്ക് തോന്നുന്ന ചെറുപ്പക്കാരൻ കൊല്ലം സ്വദേശിയോ മറ്റോ ആണ്. ഇയാളെ പോലീസ് വിളിച്ചു വരുത്തി. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല, ഇരുവരെയും വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിലാണെങ്കിൽ കാര്യത്തിലൊക്കെ സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പോലീസും പിന്നെ മാനുഷിക പരിഗണന കാര്യത്തിൽ കൊടുത്തെന്ന് തോന്നുന്നു. അത് ഒഴിവാക്കി അവരുടെ വിവാഹം നടത്തി കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിനേക്കാൾ നല്ലത് അമ്മത്തൊട്ടിൽ കൊണ്ടുവെക്കുന്നതാണ്. പക്ഷേ ഈ പെൺകുട്ടി പിന്നെ ജീവിതകാലം മുഴുവൻ ഇത് അനുഭവിക്കും. ഈ കുഞ്ഞും എപ്പോഴെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഇതൊരു ചോദ്യചിഹ്നമായി അവൻ്റെ മുന്നിൽ, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവന് തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ, അവൻ്റെ അമ്മയല്ല അച്ഛനല്ല ഇത് എന്ന് തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. പക്ഷേ ഈ ചോദ്യം അവിടെ കിടക്കും. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.